നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂലൈ 18 വെള്ളിയാഴ്ച. നമ്മളിന്ന് ദി ഹിന്ദു പത്രത്തിലെയും ലേണേഴ്സ് IAS സ്റ്റഡി നോട്ടുകളിലെയും വിവരങ്ങൾ വെച്ച് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഒന്ന് വേഗത്തിൽ നോക്കുകയാണ്. ഇത് ഇന്നത്തെ വാർത്തകളുടെ ഒരു ചെറിയൊരു രൂപം മാത്രമാണ് കേട്ടോ. ഇതിന്റെ മുഴുവൻ വിശകലന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സ് IAS ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്രതിമാസം 300 രൂപയാണ് അതിന്റെ ഫീസ്. പിന്നെ നിങ്ങൾ പലരും ആവശ്യപ്പെട്ട പോലെ വാർത്താ വിശകലനത്തിന് മാത്രമായിട്ട് മാസം 189 രൂപയുടെ ഒരു പുതിയ പ്ലാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പ്ലാനിൽ 2025 ജൂലൈ 15 വരെയുള്ള അനാലിസിസ് മാത്രമേ കിട്ടൂ. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടന്നാലോ? ആദ്യത്തെ വാർത്ത, ബഹിരാകാശ യാത്രികരുടെ പരിശീലനത്തിൽ അന്താരാഷ്ട്ര സഹകരണം. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല, അദ്ദേഹം ISS-ൽ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ചത്തെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഇത് ഗഗൻയാൻ ദൗത്യത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ISRO അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ആക്സിയോം സ്പേസുമായി ചേർന്നാണ് ഇത് നടത്തിയത്. ഏകദേശം 500 കോടി രൂപ ചെലവ് വന്നെന്നും പറയുന്നു. 500 കോടി. ISRO ചെയർമാൻ പറയുന്നത് സ്വന്തമായി പരിശീലനം നടത്തുന്നതിനേക്കാൾ ചിലവ് കുറവാണെന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ISRO പുറത്തുവിടുന്നില്ല എന്നൊരു വിമർശനവുമുണ്ട്. എന്താണ് ഇതിലെ കാര്യം? അതെ, ഇത് ISROയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റായിട്ട് കാണാം. അതായത് സ്വാശ്രയത്വത്തിൽ നിന്ന് മാറി അന്താരാഷ്ട്ര സഹകരണത്തിനും കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നു. പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്, ഗഗൻയാൻ, ISS, പിന്നെ മൈക്രോഗ്രാവിറ്റി, അതായത് ഭാരമില്ലായ്മ, ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ശരി. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 3-ൽ സ്പേസ് റിസർച്ച് എന്ന ഭാഗത്തേത് വരും. ഗഗൻയാൻ എന്താണെന്ന് ഓർക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ദൗത്യം. 3 പേരെ 400 കിലോമീറ്റർ ഉയരത്തിലുള്ള LEO-ൽ, ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ISS ഒരു മൾട്ടിനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്, അതും LEO-ലാണ്. ഈ ആക്സിയം സ്പേസ് അതൊരു സ്വകാര്യ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയാണ്. ഈ സഹകരണം വഴി ISROയ്ക്ക് ചെലവ് കുറയ്ക്കാം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, അവരുടെ വൈദഗ്ധ്യം നമുക്ക് കിട്ടും. ഇതൊക്കെ ഗുണങ്ങളാണ്. എന്നാൽ സ്വകാര്യ കമ്പനികളെ ഒരുപാട് ആശ്രയിക്കുന്നത് നല്ലതാണോ? നമുക്ക് വേണ്ട സാങ്കേതികവിദ്യ മുഴുവനായി കിട്ടുമോ? പിന്നെ ഈ പറഞ്ഞ സുതാര്യതയുടെ പ്രശ്നം, ഇതൊക്കെ ആശങ്കകളാണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം? ഒരു ബാലൻസ് കണ്ടെത്തണം. സഹകരണവും വേണം, നമ്മുടെ സ്വന്തം കഴിവും വളർത്തണം. പിന്നെ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കണം. ഇത് ഇന്ത്യയുടെ സോഫ്റ്റ് പവറിനും ഗുണം ചെയ്യും. ശരിയാണ്. ബഹിരാകാശത്തെ കാര്യം പോലെ തന്നെ പ്രധാനമാണല്ലോ നമ്മുടെ നാട്ടിലെ സുരക്ഷ. അടുത്തത് ജമ്മു കശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. തീവ്രവാദം പൂർണ്ണമായി ഇല്ലാതാക്കണം. അതിന് പ്രാദേശിക പോലീസിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നുണ്ട്. കേന്ദ്രസേന മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കാരണം പോലീസിന് ആ നാട്ടുകാരെ അറിയാം, അവരുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഹമിന്റ് എന്ന് പറയും അല്ലേ? അതെ, ഹ്യൂമൻ ഇന്റലിജൻസ്. അതോടൊപ്പം ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണം എന്നും പറയുന്നു. പക്ഷേ ഈ ഹ്യൂമന്റ് മാത്രം മതിയോ തീവ്രവാദത്തെ നേരിടാൻ? നല്ല ചോദ്യമാണ്. ഹ്യൂമൻ, അതായത് മനുഷ്യരിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന രഹസ്യ വിവരങ്ങൾ, അത് വളരെ നിർണായകമാണ്. പക്ഷേ അത് മാത്രം പോരാ. ടെക്നിക്കൽ ഇന്റലിജൻസ്, മറ്റ് ഇന്റലിജൻസ് രീതികളൊക്കെ വേണം. പരീക്ഷയ്ക്ക് ഇത് പ്രിലിംസിൽ ഇന്ത്യൻ പോളിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി ഭാഗങ്ങളിലും, മെയിൻസിൽ GS പേപ്പർ 2-ൽ ലോക്കൽ ഗവർണൻസ്, GS പേപ്പർ 3-ൽ സെക്യൂരിറ്റി ചാലഞ്ചസ് എന്നതിലും വരും. ശരി. ബീറ്റ് പോലീസിംഗ്, പിന്നെ പങ്കാളിത്വ ഭരണം അഥവാ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് പോലുള്ള ആശയങ്ങൾ ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. മെയിൻസിന് വേണ്ടിയുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് വച്ചാൽ, 1, ഈ സുരക്ഷാ നടപടികളും ജനാധിപത്യപരമായ ഭരണവും തമ്മിലൊരു ബാലൻസ് വേണം. 2, പ്രാദേശിക പോലീസിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അവർക്ക് ആവശ്യമായ പരിശീലനം, വിഭവങ്ങളൊക്കെ നൽകണം. വെല്ലുവിളികളെന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്റലിജൻസിൽ വിടവുകളുണ്ടാകാം. പിന്നെ ചില കടുത്ത നടപടികൾ സാധാരണ ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റാനും സാധ്യതയുണ്ട്. അപ്പൊ പ്രധാനമായും വിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനം, അല്ലേ? അതെ, തീർച്ചയായും.
പ്രാദേശിക പോലീസിനെയും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തി ആ വിശ്വാസം തിരിച്ചുപിടിക്കുക, അതാണ് പ്രധാനം. ശരി. ഇനി നേതൃത്വത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ രാഷ്ട്രീയത്തിൽ വിരമിക്കൽ പ്രായം വേണോ എന്നുള്ള ചർച്ച വീണ്ടും വന്നിരിക്കുകയാണ്. 75 വയസ്സിൽ സ്ഥാനമൊഴിയണം എന്ന RSS മേധാവിയുടെ ഒരു നിർദ്ദേശം വന്നല്ലോ. അതാണ് പുതിയ ചർച്ചകൾക്ക് കാരണം. ഇന്ത്യയിലെ എംപിമാരുടെ ശരാശരി പ്രായം കൂടിക്കൂടി വരുന്നുണ്ട്. ഇത് യുവതലമുറയുടെ അവസരം കുറയ്ക്കുന്നു എന്നൊരു വാദമുണ്ട്. എന്നാൽ മറുവശത്ത് പ്രായമല്ല പ്രധാനം, ആരോഗ്യവും കഴിവുമാണ്. പിന്നെ മുതിർന്ന നേതാക്കളുടെ അനുഭവസമ്പത്ത് പാർലമെന്റിന് ആവശ്യമാണ് എന്നും പറയുന്നു. ഇതിലേതാണ് ശരി? ഇത് എന്താ പറയുക, കുറച്ച് സങ്കീർണമായ വിഷയമാണ്. രണ്ട് ഭാഗത്തും ന്യായങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് പ്രിലിംസിന് ഇന്ത്യൻ പൊളിറ്റി, മെയിൻസിന് GS പേപ്പർ 2, പാർലമെന്റ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, പിന്നെ GS പേപ്പർ 4 എത്തിക്സിലും ഇതിന്റെ ചില മാനങ്ങൾ വരാം. ജെറാന്റോക്രസി, അതായത് പ്രായമായവരുടെ ഭരണം, ടേം ലിമിറ്റ്സ് അഥവാ പദവികൾക്ക് സമയപരിധി വയ്ക്കുന്നത്, പിന്നെ ഇൻട്രാ പാർട്ടി ഡെമോക്രസി, പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളാണ്. അനുകൂല വാദങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും പുതിയ ചിന്തകൾ വരും, യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ കൂടുതൽ അവസരം കിട്ടും എന്നൊക്കെയാണ്. എതിർക്കുന്നവരോ? അവർ പറയുന്നത് അനുഭവസമ്പത്ത് നഷ്ടപ്പെടും, പിന്നെ ഒരാൾക്ക് മത്സരിക്കാനുള്ള അവകാശം പ്രായത്തിന്റെ പേരിൽ നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെയാണ്. ഒരുപക്ഷേ കണിശമായ ഒരു വിരമിക്കൽ പ്രായം വെക്കുന്നതിനേക്കാൾ നല്ലത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിന് ഒരു സമയപരിധി വെക്കുന്നത്, ടേം ലിമിറ്റ്സ്, പരിഗണിക്കാവുന്നതാണ്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതും ഒരു വഴിയാണ്. ആരോഗ്യകാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഹെൽത്ത് ബുള്ളറ്റിനുകൾ പോലുള്ള നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പുറത്ത് ചൈനയുടെ കാര്യം നോക്കിയാൽ അവർ ഹരിത ഊർജ്ജ രംഗത്ത് ഭയങ്കര മുന്നേറ്റമാണ് നടത്തുന്നത്. 2024 ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും കൂട്ടിയാലുള്ളതിനേക്കാൾ കൂടുതൽ സോളാർ കാറ്റാടി പദ്ധതികളാണ് ചൈന ഒറ്റയ്ക്ക് സ്ഥാപിച്ചത് എന്നാണ് വാർത്ത. അസംസ്കൃത വസ്തുക്കൾ തൊട്ട് ഉൽപ്പാദനം വരെ ആ ഒരു സപ്ലൈ ചെയിനിൽ ചൈനയ്ക്കാണ് ആധിപത്യം. ശരിയാണ്. ഇതിനു പിന്നിൽ കൃത്യമായ സർക്കാർ പ്ലാനിങ്ങും വലിയ നിക്ഷേപവുമാണ്. സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, SOEകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നും പറയുന്നു. ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട്? തീർച്ചയായും ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് പ്രിലിംസിന് എൻവയോൺമെന്റ്, എക്കണോമി, ഇന്റർനാഷണൽ റിലേഷൻസ് എന്നിവയിലും, മെയിൻസിന് GS പേപ്പർ 2, GS പേപ്പർ 3, പ്രത്യേകിച്ച് എനർജി, ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് എന്നിവയിലും വളരെ പ്രധാനപ്പെട്ടതാണ്. റിന്യൂവബിൾ എനർജി സപ്ലൈ ചെയിൻ, സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് SOEകൾ, പിന്നെ എനർജി കർട്ടെയിൽമെന്റ്, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഗ്രിഡിലേക്ക് എത്തിക്കാൻ പറ്റാതെ പാഴായി പോകുന്ന അവസ്ഥ ഒഴിവാക്കുന്നത്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആശയങ്ങൾ. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ റിഡക്ഷൻ ആക്ട് IRA ഒരു പരിധിവരെ ചൈനയുടെ ഈ മുന്നേറ്റത്തെ തടയാൻ കൂടിയുള്ളതാണ്. അപ്പോ ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യക്കുള്ള പാഠങ്ങൾ വ്യക്തമാണ്. 1. ദീർഘകാല ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്യണം. 2. വലിയ തോതിലുള്ള നിക്ഷേപം വേണം. 3. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ, PSUസിനെ തന്ത്രപരമായി ഉപയോഗിക്കണം. പക്ഷേ വെല്ലുവിളികളുമില്ലേ? ഉണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തീരുമാനങ്ങളെടുക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. സാമ്പത്തികമായ പരിമിതികളുണ്ട്. പിന്നെ ഈ സോളാർ പാനലുകൾക്കും മറ്റും നമ്മളിപ്പോൾ ചൈനയെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദനം കൂട്ടണം. അതിനെ PLI സ്കീം പോലുള്ളവ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഗ്രിഡ് സംവിധാനം നവീകരിക്കണം. അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കണം. ഇതൊക്കെയാണ് വഴികൾ. ഓക്കെ. അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രത്യേക തീവ്ര പുനഃപരിശോധന അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR നടത്താൻ തീരുമാനിച്ചത് വലിയ വിവാദമായിട്ടുണ്ട്. ലക്ഷ്യം പട്ടിക ശുദ്ധീകരിക്കുക എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ലക്ഷക്കണക്കിന് പൗരന്മാരുടെ, പ്രത്യേകിച്ച് രേഖകളൊക്കെ കുറവായ പാവപ്പെട്ടവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്നൊരു വലിയ ആശങ്കയുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ്. അതെ, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രിലിംസിന് ഇന്ത്യൻ പോളിറ്റിയിൽ ECI, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് RPA, പൗരത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. മെയിൻസിന് GS പേപ്പർ 2 ECIയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും എന്ന ഭാഗത്ത് ഇത് പ്രധാനമാണ്. ഇലക്ട്രൽ റോൾ, വോട്ടർ പട്ടിക, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR എന്നിവയാണ് ഇവിടുത്തെ കീവേഡ്സ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം നിർണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ വോട്ടർ എലിജിബിലിറ്റി അഥവാ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ECI ആണ്. ഈ SIR നടപടിയിലൂടെ ECI പൗരത്വം നിർണയിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു വിമർശനം ശക്തമായി ഉയരുന്നുണ്ട്. അപ്പോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? ഏറ്റവും വലിയ പ്രത്യാഘാതം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കൃത്യമായ രേഖകളില്ലാത്ത കുടിയേറ്റ തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ തുടങ്ങിയവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ്. ECI അതിന്റെ അധികാരപരിധി ലംഘിക്കുന്നു എന്ന വാദവും നിലനിൽക്കുന്നു. ഇതിനൊരു പരിഹാരം? നിലവിൽ വോട്ടർ പട്ടിക പുതുക്കാൻ സാധാരണ നടപടിക്രമങ്ങളുണ്ട്. അത് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. പ്രത്യേകമായി ഇങ്ങനെയൊരു തീവ്ര പരിശോധനയുടെ ആവശ്യമില്ല. ECI അതിന്റെ ഭരണഘടനാപരമായ ചുമതല കൃത്യമായി നിർവഹിക്കുക, ആരും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുക, അതാണ് വേണ്ടത്. ശരി. ഇനി പ്രതിരോധ രംഗത്തു നിന്നുള്ള ചില വാർത്തകൾ പെട്ടെന്ന് നോക്കാം. നമ്മുടെ കരസേന ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം ലഡാക്കിൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO വികസിപ്പിച്ചതാണത്. അതോടൊപ്പം തന്നെ പൃഥ്വി 2, അഗ്നി 1 എന്നീ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഒഡീഷ തീരത്തുനിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ഈ പരീക്ഷണം നടത്തിയത് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് SFC ആണ്. അതെ, ഇത് പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡിഫൻസ് മിസൈൽസ് ഭാഗത്ത് പ്രധാനമാണ്. ആകാശ് ഒരു സർഫസ് ടു എയർ മിസൈൽ SAM ആണ്. അതിന്റെ പുതിയ പതിപ്പാണ് ആകാശ് പ്രൈം. പൃഥ്വിയും അഗ്നിയും അത് രണ്ടും സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലുകളാണ്, ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളവ. ഇത് രണ്ടും നമ്മുടെ IGMDP പ്രോഗ്രാമിന്റെ ഭാഗമായി വികസിപ്പിച്ചതാണ്. PATNA എന്ന കോഡിലറിയപ്പെടുന്ന 5 മിസൈലുകൾ: പൃഥ്വി, അഗ്നി, ത്രിശൂൽ, നാഗ്, ആകാശ്. ഓക്കെ. ഈ SFC സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ്. ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണവും ഉത്തരവാദിത്തവും ഈ കമാൻഡിനാണ്. ശരി. അവസാനമായിട്ട് സ്വച്ഛ് സർവേക്ഷൺ 2024-25 ഫലങ്ങൾ വന്നിട്ടുണ്ട്. 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ അഹമ്മദാബാദാണ് ഒന്നാമത്. സ്വച്ഛ് ഷഹറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു പുതിയ വിഭാഗം വന്നിട്ടുണ്ട്, സൂപ്പർ സ്വച്ഛ് ലീഗ്. അതിൽ ഇൻഡോർ, സൂറത്തടക്കം 23 നഗരങ്ങളുണ്ട്. ഓഹോ. ഗംഗാതീരത്തെ മികച്ച നഗരം പ്രയാഗ്രാജാണ്. പിന്നെ ബെസ്റ്റ് സഫായി മിത്ര സുരക്ഷിത് ഷഹർ, അതായത് ശുചീകരണ തൊഴിലാളികൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളായി വിശാഖപട്ടണം, ജബൽപൂർ, ഗോരഖ്പൂർ എന്നിവയെ തിരഞ്ഞെടുത്തു. ഈ വർഷം റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന 3R തത്വത്തിനായിരുന്നു കൂടുതൽ ഊന്നൽ. ഇത് പ്രിലിംസിന് ഗവേണൻസ് ഭാഗത്ത് സ്വച്ഛ് ഭാരത് മിഷൻ, പിന്നെ എൻവയോൺമെന്റൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയിൽ പ്രധാനപ്പെട്ടതാണ്. സ്വച്ഛ് സർവേക്ഷൺ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗര ശുചിത്വ സർവേ ആണ്. ഭവന നഗരകാര്യ മന്ത്രാലയം MoHU ആണ് നടത്തുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ അർബന്റെ ഭാഗമാണിത്. 2014 തുടങ്ങിയതാണല്ലോ SBM. ശരിയാണ്. ഈ 3R തത്വവും സർക്കുലർ ഇക്കോണമി എന്ന ആശയവും, അതായത് മാലിന്യത്തെ ഒരു വിഭവമായി കാണുന്നത്, പിന്നെ സഫായി മിത്ര സുരക്ഷിത് ഷഹർ എന്ന കോൺസെപ്റ്റും ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകളിലൂടെയുള്ള ഈ ഒരു ഓട്ടപ്രദക്ഷിണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും. ഈ പോയിന്റുകൾ ഓരോ വിഷയത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കട്ടെ? പറയൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ: ബഹിരാകാശത്തെ സഹകരണം, കശ്മീരിലെ സുരക്ഷാ സാഹചര്യം, രാഷ്ട്രീയത്തിലെ പ്രായപരിധി ചർച്ച, ചൈനയുടെ ഹരിത ഊർജ്ജ മുന്നേറ്റം, ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം, നമ്മുടെ മിസൈൽ പരീക്ഷണങ്ങൾ, പിന്നെ ശുചിത്വ സർവേ. ഇതിൽ ഏതു വിഷയമാണ് ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? എന്തുകൊണ്ടായിരിക്കും അത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ലൊരു ചോദ്യമാണ്. അടുത്ത തവണ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.